അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈവെട്ട് കേസിൽ കാസർഗോഡ് അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി എൻ.ഐ.എ. കാസർഗോഡ് സവാദിന്റെ ഭാര്യ വീട്ടിലെത്തുന്ന എൻ.ഐ.എ. ഭാര്യയുടെയും ഭാര്യാപിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തിയേക്കും. സവാദിന് കൂടുതൽ സഹായങ്ങൾ നൽകിയത് ആരാണെന്നും എൻ.ഐ.എ. അന്വേഷിക്കും. സവാദിന്റെ ഭാര്യ വീട്ടുകാർക്ക് നേരത്തെ തന്നെ ഇയാളെ അറിയുമോ? കാസർഗോഡും കണ്ണൂരും ആരെല്ലാമാണ് സവാദിനെ സഹായിച്ചത്? ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം വേണ്ടത്. സവാദിനെ അറിയില്ലെന്ന് ഭാര്യാപിതാവ് പറഞ്ഞെങ്കിലും ഭാര്യാപിതാവിനെയും സവാദിനെയും പരിചയപ്പെടുത്തിയത് ഒരു SDP പ്രവർത്തകനാണെന്നാണ് സൂചന. കാസർഗോഡ് എത്തുന്ന എൻ.ഐ.എ. ഈ വഴിയിലും അന്വേഷണം നടത്തും. തുടർന്ന് കണ്ണൂരിലും SDPIയുടെ സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ.ഐ.എക്ക് ലഭിച്ച വിവരം. ഇരിട്ടി വിളക്കോട് സവാദിന് താമസിക്കാൻ വീട് നൽകിയത് SDPI പ്രവർത്തകനായ മറ്റൊരു സവാദാണ്. മാത്രമല്ല മട്ടന്നൂർ ബേരയിലും സവാദിന് സഹായം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കാസർഗോട്ടേക്ക് വീണ്ടും താമസം മാറാൻ തയ്യാറാകവെയാണ് സവാദിനെ എൻ.ഐ.എ. പിടികൂടുന്നത്. ജനം, കണ്ണൂർ.